കർത്താവിൻ്റെ അതിപരിസമായി നാം വാഴ്ത്തപ്പെട്ട ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവലക്ഷ്യത്തേക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 37 സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനെ ദൈവത്തെ സ്തുതിക്കുന്നു. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, ഒരു ദൂതാണ്, ഒരു പ്രവചനമാണ്. ലേലിയ ഈ വചനം ദൈവം നിറവേറുവാൻ എല്ലാ കാലത്തിലും ദൈവശക്തനാണ്. വാക്കു പറഞ്ഞാൽ മാറാത്തവനാണ്. ലേലിയ വാക്കു പാലിക്കുന്ന ഒരുവനെ ഈ ലോകത്തിൽ നമുക്ക് വെളിപ്പെടുത്താനുണ്ടെങ്കിൽ യേശുവിനെ മാത്രമേ ഉള്ളൂ. ഇന്ന് വരെ ലോകത്തിൽ പറഞ്ഞ വാക്കുകൾക്ക് മാറ്റമില്ലാതെ പറഞ്ഞ വാക്ക് അതുപോലെ തന്നെ നിവർത്തിക്കുന്ന, പറഞ്ഞ വാക്ക് അതുപോലെ തന്നെ പാലിക്കുന്ന ഒറ്റയാള് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ലോകത്തിൽ ഒരു മത നേതാവും ഇല്ല, ഒരു രാജ്യരാഷ്ട്ര തലവന്മാരുമില്ല, ഒരു രാഷ്ട്രീയക്കാരും ഒരു സംഘടനക്കാരും പറഞ്ഞ വാക്ക് പാലിക്കുന്നില്ല. അല്ലേലിയ പറഞ്ഞ വാക്ക് പാലിക്കുന്ന യേശു മാത്രം. അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ദാവീദ് അത്ര ഉറപ്പോടെ പറയുന്നത്, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് നൽകും. പ്രവേശനോ ഹൃദയത്തിൽ ആഗ്രഹമില്ലാത്ത ഒരു മനുഷ്യനുമില്ല. എല്ലാ മനുഷ്യർക്കും ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്. അവനവൻ്റെ വീടിനെ പറ്റി, അവനവൻ്റെ തലമുറയെക്കുറിച്ച്, തങ്ങളുടെ ജോലിയെക്കുറിച്ച്, സമ്പാദ്യത്തെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച് വലിയ ആഗ്രഹങ്ങളുണ്ട്. അല്ലേലിയ ചിലരലിയ അത് ആഗ്രഹങ്ങളെ വെച്ച് ദൈവത്തിന് നിരന്തരം പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. അല്ലേലിയ അത് നല്ല കാര്യമാണ്. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങളെ തരുന്നൊരു ദൈവം. അപ്പൊ യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. അപ്പം മനുഷ്യൻ രസിക്കുവാൻ വേണ്ടി പല കാര്യങ്ങൾ തിരഞ്ഞെടുക്കും. മനുഷ്യൻ രസത്തിന് വേണ്ടിയിട്ട് ചിലപ്പം കൂട്ടുകൂടി എന്ന മയക്കുമരുന്നടിക്കും, കഞ്ചാവ് അടിക്കും, കള്ളു കുടിക്കും, ചൂതാട്ടത്തിന് പോകും. അതുപോലെ തന്നെ മനുഷ്യൻ കൂട്ടം കൊടുത്ത് പൊട്ടച്ചൊല്ലി കളി, വാക്ക്, നുണയൊക്കെ രസമാണ്. അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അവർക്കൊന്നും ഒരിക്കലും അനുഗ്രഹിക്കപ്പെടാൻ പറ്റത്തില്ല. യഹോവയിൽ തന്നെ രസിച്ചു കൊടുക്കുക. ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കകത്ത് രസിക്കുന്ന ഒരു സഹോദരനായാലും സഹോദരിയായാലും ദൈവമക്കളായിരുന്നാൽ പോലും അവർക്ക് നന്മ കാണാൻ കഴിയില്ല. എന്നാൽ യഹോവയിലാണ്, കർത്താവായ യേശുക്രിസ്തുവിലാണ് രസിക്കുന്നെങ്കിൽ അവൻ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ മുഴുവൻ തരും. അല്ലേലിയ അപ്പം കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി തരാൻ ആഗ്രഹിക്കുക, നിങ്ങളെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുക. നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കൂ എന്ന് പലരും കരുതി എപ്പോഴും കരഞ്ഞു പ്രാർത്ഥിക്കുന്നതാണ്. കരഞ്ഞു പ്രാർത്ഥിച്ചാൽ മാത്രമേ എപ്പോഴും അനുഗ്രഹം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ് പലരും എപ്പോഴും കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് കാണാം. ഞാൻ തെറ്റാന്ന് പറയുന്നില്ല, എങ്കിലും തവിട്ട് വരാം. അല്ലേലിയ അപ്പം എവിടെ നോക്കിയാലും കരഞ്ഞ് അല്ലേലിയ പ്രാർത്ഥിക്കും. അപ്പോൾ ഒരു കൊച്ചു കുട്ടി തൻ്റെ മാതാവിൻ്റെ ശ്രദ്ധ മുഴുവൻ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ആ കൊച്ചു കുഞ്ഞ് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും. അല്ലേലിയ ആ കൊച്ചു കുഞ്ഞ് കരയാതെ അത് കളിച്ച് നടക്കുകയാണെങ്കിൽ മാതാവിൻ്റെ വലിയ ശ്രദ്ധ കാണത്തില്ല. എന്നാൽ മാതാവിൻ്റെ ഹൃദയത്തെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞെപ്പോഴും കരഞ്ഞ് നിലവിളിച്ച് കൊണ്ടിരിക്കും. ആ കുഞ്ഞ് മാതാവിൻ്റെ ശ്രദ്ധ പിടിച്ചു. മാതാവ് എപ്പോഴും ചെന്ന് ആ കുഞ്ഞിനെ എടുത്ത് ലാളിക്കുകയും അതിൻ്റെ ആഗ്രഹങ്ങളെ സാധിച്ചു കൊടുക്കുകയും ചെയ്യും. അല്ലേലിയ അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത്, അല്ലേലിയ ഒരു കുഞ്ഞു വളർന്നതിന് ശേഷം പിന്നെ അല്ലേലിയ ആ കുഞ്ഞ് കരഞ്ഞ് നിലവിളിക്കേണ്ട, അമ്മയുടെ ശ്രദ്ധ കേൾക്കാൻ. അല്ലേലിയ ആ കുഞ്ഞു വലുതായി കഴിഞ്ഞു. അല്ലേലിയ അപ്പൊ നമ്മൾ ആത്മീയ ശിശുക്കളായിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ആത്മീയത്തിൽ വളരെ ദൂരം നമ്മൾ വിശുദ്ധി കാത്തണം. അല്ലേലിയ ആത്മീയ ശിശുക്കളായിരിക്കും നമുക്ക് ഒരുപാട് കുറവുകളുണ്ട്. എല്ലാത്തിനെ കുറിച്ച് നമുക്ക് വേണ്ടുന്ന പരിജ്ഞാനമില്ല, അറിവില്ല. എന്നാൽ നാം വളർച്ച പ്രാപിക്കുമ്പോഴേക്കും, പരിജ്ഞാനം പ്രാപിക്കുന്നതോറും, വചനം കൂടുതൽ പഠിക്കുന്നതോറും, വചനം കൂടുതൽ ശ്രദ്ധിക്കുന്നതോറും, വചനത്തിലിരിക്കുന്നതോറും നാം ജീവിത വിശുദ്ധിയെ കാത്തുകൊണ്ട് യഹോവയായി ദൈവത്തിൽ മാത്രം രസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യണം. ലോകത്തിലേക്കും രസിക്കരുത്, ലോകപ്രകാരം രസിക്കാൻ പോകരുത്. മറ്റ് ചൂതാട്ടം, മറ്റ് ജടികമായ ജീവിതത്തിലൊന്നും രസിക്കരുത്. അല്ലേലിയ ദൈവത്തിൽ തന്നെ രസിക്കാൻ കഴിയണം. അല്ലേലിയ അപ്പൊ ഈ 37 സങ്കീർത്തനം, അല്ലേലിയ അതിന്റെ 3-ാമത്തെ വാക്യം കൂടെ നമ്മൾ വായിക്കും. ഇങ്ങനെ എഴുതുന്നത്, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. അപ്പൊ യഹോവയിൽ ആശ്രയിച്ച് നിങ്ങൾ നന്മ ചെയ്യണം, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കണം. നിങ്ങളൊരു ദേശത്ത് പാർക്കുമ്പോൾ വളരെ വിശ്വസ്തനായിരിക്കണം. അല്ലേ? യഹോവയിൽ തന്നെ രസിക്കണം. ഒക്കെ ഈ 3-4 കാര്യങ്ങളോട് പറയുക. അല്ലെ? യഹോവയിൽ ആശ്രയിക്കണം, ദേശത്ത് പാർക്കണം, യഹോവയിൽ രസിക്കണം. അപ്പോൾ അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ തരുമെന്നാണ്. രക്തം ചെയ്യാം.
എന്ന് പറഞ്ഞാൽ വാക്യത്തിന്റെ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ വിശ്വാസിയുടെ ആശ്രയം, ഒന്നെന്താ വിശ്വാസിയുടെ ആശ്രയം, രണ്ട് അവന്റെ ജീവിതക്രമം, മൂന്ന് അവന്റെ വാസസ്ഥലം, നാല് അവന്റെ സുനിശ്ചിതമായ സംരക്ഷണം. ഈ കാര്യങ്ങളെല്ലാം ദൈവത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. എന്തൊക്കെയാണ്? ആമേൻ. വിശ്വാസിയുടെ ആശ്രയം, അവന്റെ ജീവിതക്രമം, അവന്റെ വാസസ്ഥലം, അവന്റെ സുരക്ഷിതമായ സംരക്ഷണമെല്ലാം ഈ മൂന്നാം വാക്യത്തിൽ കാണും. ഇതെല്ലാം ദൈവമാണ് നമുക്ക് തരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ആ ദേശത്ത് പാർക്കുക നിശ്ചയമായും നാം പോഷിക്കപ്പെടുമെന്ന് ഇതിന്റെ ചില വ്യാഖ്യാനങ്ങളിൽ കാണാൻ കഴിയും. വ്യക്തം ചെയ്യാം. ഇന്ന് നമ്മുടെ ഹൃദയ സമർപ്പണമാണ് ഇവിടെ എല്ലാ ആവശ്യം. ഹൃദയ സമർപ്പണം. എന്നെ കേൾക്കുന്ന മാതാവ് പിതാവേ, നീ അനവധി ആവശ്യങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ കാലുകളായി കരഞ്ഞ് പ്രാർത്ഥിച്ച ചില വിഷയങ്ങളുണ്ടല്ലോ. ഹല്ലേലൂയ, ആമേൻ. ദൈവം മറന്നുപോയോ എന്ന് നീ ചിന്തിക്കത്തക്ക നിലയിൽ നീ മാനസികമായി തകർന്ന ചില സാഹചര്യങ്ങളുണ്ട്. എന്നാൽ നീ മാനസികമായി തകരുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നീ യഹോവയിൽ തന്നെ ആശ്രയിച്ച് ദേശത്ത് നന്മ ചെയ്യുവാൻ തുടങ്ങുമ്പോൾ, യഹോവയിൽ തന്നെ രസിക്കുമ്പോൾ, നീ കരഞ്ഞു പ്രാർത്ഥിച്ച നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം തരും. അത് ജോലിയായിരിക്കാം, തലമുറയായിരിക്കും, കുടുംബമായിരിക്കും, വിവാഹമായിരിക്കും, വിദ്യാഭ്യാസമായിരിക്കാം, വിദേശത്തുള്ള യാത്രയായിരിക്കാം, നിന്റെ കടക്കിനെ മാറാൻ വേണ്ടിയിട്ടായിരിക്കും, രോഗം മാറാൻ വേണ്ടിയിട്ടായിരിക്കും. നീ ആഗ്രഹിക്കുന്ന ഏത് വിഷയവും തരാൻ ദൈവം വിശ്വസനാണ്. എൻ്റെ യേശു ഒരിക്കലും നിന്റെ പ്രാർത്ഥന മറന്നുപോകുകയില്ല. നിങ്ങൾ മറന്നുപോയാലും ദൈവം മറക്കത്തില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, നീ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ എത്ര കഠിനമായിരുന്നാലും, എത്ര പ്രതികൂലങ്ങൾ കൊണ്ട് നിറയപ്പെട്ടതായിരുന്നാലും, മുമ്പോട്ട് ഒരു സ്റ്റെപ്പ് പോലും വെക്കുവാൻ കഴിയാതെ വണ്ണം നിന്നെ തടയുന്ന അന്ധകാരത്തിൻ്റെ വ്യാപാരങ്ങൾ നിന്നെ അലട്ടിക്കൊണ്ടിരുന്നാലും, അല്ലെങ്കിൽ ദേശത്ത് മാർന്ന് നീ വിശ്വസ്തത ആചരിക്കുന്നെങ്കിൽ, നന്മ ചെയ്യുന്നെങ്കിൽ, യഹോവയെ രസിക്കുന്നെങ്കിൽ, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരുമെന്ന് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ പലരോടും ദൂത് പറയും. ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് ഓരോരുത്തരുടെ ദൂതാണ്. ഹല്ലേലൂയ. കാലങ്ങളായിട്ട് വിദേശത്ത് പോയി ഒരു ജോലി കിട്ടാൻ നീ ഭാരപ്പെടുക. കാലങ്ങളായിട്ട് വിദേശത്ത് പോയി ഒരു ജോലിക്ക് വേണ്ടി നീ പല മെഡിക്കൽ ടെസ്റ്റുകൾ എഴുതി, എല്ലാം പരാജയപ്പെട്ടു. ഹല്ലേലൂയ. നീ യഹോവയിൽ തന്നെ രസിക്കണം. അവൻ ആ മെഡിക്കൽ ടെസ്റ്റ് പാസ്സാക്കി തരും. എന്നോട് കഴിഞ്ഞ തവണ വിളിച്ചു, എൻ്റെ പാസ് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി പ്രാർത്ഥിക്കണം. വളരെ നമ്മുടെ നാട്ടിലെ പോലെയല്ല. അതെ, നിനക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനായിരുന്നാലും ജോലിക്കുള്ള പരീക്ഷ എഴുതിയായി ആ പരീക്ഷ ജയിച്ച് മെഡിക്കൽ ടെസ്റ്റ് പാസ്സാകാനാണെങ്കിലും, ഹല്ലേലൂയ, ദൈവം നിന്നോട് കൂടെ ഇരിക്കും കേട്ടോ. നിന്നെ തള്ളിക്കളയില്ല. കാരണം നീ യഹോവയിൽ ആശ്രയിക്കുകയാണെങ്കിൽ, കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ശ്രോതാവേ, നീ ഭാരപ്പെട്ടു പോകണ്ട. ഹല്ലേലൂയ. കടക്കണി കൊണ്ട് ജീവിതം മുമ്പോട്ട് പോകാൻ കഴിയില്ല, വളരെ ഭാരമാണ്. പക്ഷെ ദൈവം നിന്നെ വിടുവിക്കാൻ ആഗ്രഹിക്കുക. നിന്നെ ഒന്ന് സ്വതന്ത്രനാക്കിയെടുക്കാൻ യേശു ആഗ്രഹിക്കുമ്പോൾ, ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ഏത് മതവിഭാഗക്കാരുമായിരിക്കട്ടെ, ഏത് ജാതിക്കാരുമായിരിക്കട്ടെ, ഏത് ഭാഷക്കാരുമായിരിക്കട്ടെ, നീ കർത്താവായ യേശു ക്രിസ്തുവിൽ രസിച്ചുകൊണ്ട് അവനോടാണ് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ പങ്കുവെക്കുന്നെങ്കിൽ, നിശ്ചയമായി അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ പങ്കുവെക്കും. അല്ലെങ്കിൽ അമ്മ പകർന്നു തരും. ഈ നമ്മൾ പല സഹോദരിമാരും അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ഭർത്താക്കന്മാരോട് പറയും. ഹല്ലേലൂയ. ഭർത്താക്കന്മാർ അവരുടെ ഹൃദയത്തിൽ അങ്ങനെ ഭാര്യമാരോട് പറയും. പണ്ടത്തെ കാലം, ഇന്നത്തെ കാലമല്ല കേട്ടോ. ഹല്ലേലൂയ. തെറ്റിദ്ധരിക്കണ്ട. തെറ്റിദ്ധരിച്ചാലും കുഴപ്പമൊന്നുമില്ല. പണ്ടത്തെ ഭർത്താക്കന്മാർ ഭാര്യമാരോട് ഭർത്താക്കന്മാരുടെ ഹൃദയത്തിലെ ആഗ്രഹം പറയും. അവർക്ക് രണ്ടും ഒന്നിച്ചിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമായിരുന്നു. ഭാര്യമാർ തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ഭർത്താവ് അവർക്കൊന്നും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഭർത്താവിനോട് ഭാര്യ തൻ്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ പറഞ്ഞ് അത് പിന്നാട്ട്, അല്ലെ കുറച്ച് കഴിയിട്ട്, അല്ലെ അവർക്ക് സമയമാകട്ടെന്ന് ഭർത്താവ് പറഞ്ഞു ഒഴിയും. ഇത് തന്നെ ഭാര്യയോട് പറയും, നമുക്കത് ചെയ്യണം, ഇത് ചെയ്യണം. ഭാര്യയും പറയും, അതൊക്കെ സമയമായില്ലോ. അങ്ങനെ ഇന്നത്തെ അഭിപ്രായ വ്യത്യാസം വന്നു. എന്നാൽ ഇവരുടെ ആഗ്രഹങ്ങൾ പുറത്തുള്ള ഇവർ ജീവിതത്തിൽ ചങ്കായിട്ട് സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. സഹോദരന്മാരും ഭാര്യയുണ്ടെങ്കിലും ഭർത്താവ് ഉണ്ടെങ്കിലും മറ്റുള്ളവർ പങ്കുവെക്കും. പക്ഷെ അത് മുന്നോട്ട് നടക്കുന്നില്ല. കാരണം ദൈവസന്നിധി വിശ്വസം, അത് ദേശത്ത് പാർത്ത് വിശ്വസനായി. നിന്റെ കുടുംബത്തിൽ വിശ്വസ്തനായിരിക്കണം. നിന്റെ കുടുംബത്തിൽ നിന്ന് ഭാര്യയോട് വിശ്വസ്തൻ, ഭർത്താവിനോട് വിശ്വസ്തൻ, മക്കളോട് വിശ്വസ്തനാണെങ്കിൽ മാത്രമേ, അങ്ങനെ ദേശത്ത് പാർത്ത് വിശ്വസ്ത ആചരിച്ച് ദേശത്ത് നന്മ ചെയ്ത് ദൈവത്തെ രസിക്കുമ്പോഴാണ് നിന്റെ ആവശ്യങ്ങളെല്ലാം. കാരണം നമ്മുടെ ജീവിതത്തിലെ സകല കുറവുകളും കാണുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നിന്നെ പരിപൂർണമായിട്ട് സ്നേഹിക്കുന്ന യേശുവാ. ഈ ലോകത്തിൽ ആരും നിന്നെ അങ്ങനെ സ്നേഹിക്കില്ല. പക്ഷേ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾക്ക് വഴി തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ എവിടേക്കോ ക്രമീകരണം വരുത്തുവാനുണ്ട്. രക്തം ചെയ്യാം. ഹല്ലേലൂയ. നാം ദൈവത്തോട് ചേർന്നിരിക്കണം. പക്ഷെ നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഒരു തലമുറയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം. പലരും എന്നെ വിളിച്ചത്, പക്ഷേ തലമുറയില്ലാതെ ഭാരപ്പെടുന്നു.
ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് കാത്തിരിക്കും. ഒരുപാട് ഡോക്ടർമാരെ കണ്ട് ഒരുപാട് ചികിത്സയിട്ട് ഒന്നിനും ഒരു മറുപടിയില്ല. വീട്ടിൽ നിന്ന് ഒരുപാട് നിന്ദകൾ, അപമാനങ്ങൾ, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് നിന്ദകൾ. അവരെന്നെ ഉപേക്ഷിച്ച് വേറെ ആളെ കെട്ടാനൊക്കെ പറയുന്നു. ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ടുള്ളവരോട് ഞാൻ അവരോടൊക്കെ പറഞ്ഞു, നീ ഭാരപ്പെടണ്ട, സങ്കടപ്പെടണ്ട. അബ്രഹാമിനെ ഓർത്തൊരു ദൈവമുണ്ട്, സാറയെ ഓർത്തൊരു ദൈവമുണ്ട്. 100-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് സാറയുടെ 90-ാമത്തെ വയസ്സിൽ മക്കളെ കൊടുത്തു. മാത്രമല്ല മനോഹയ്ക്ക് ദൈവം ഒരു ഭാര്യയെ കൊടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. മക്കളെ കൊടുത്തു മനോഹയ്ക്ക്. ഹല്ലേലൂയ. പുതിയ ഹന്നയ്ക്ക് ദൈവം മക്കളെ കൊടുത്തു. ഹല്ലേലൂയ. സക്കറിയാവിന് എലിസബത്തിന് ദൈവം മകനെ കൊടുത്തു, യോഹന്ന സ്നാപകനെ. അങ്ങനെയാണെങ്കിൽ സഹോദരൻ, നീ യഹോവയിൽ തന്നെ രസിക്കുക. യഹോവയിൽ തന്നെ രസിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ഒരു തലമുറയാണെങ്കിൽ ദൈവം തരുമെന്ന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പലർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചിലർക്ക് തലമുറ ലഭിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ പങ്കുവെക്കുന്നത്, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം. പ്രൈസലോ. എന്നെ കേൾക്കുന്ന മാതാപിതാ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവത്തിന് പ്രസാദമുള്ളവരായിരിക്കണം. ലോകത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയിട്ടല്ല നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ വളരേണ്ടത്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ വളരുമ്പോൾ അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ഇവിടെ നാം ചില കാര്യങ്ങൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും കരം ചോദിച്ചാൽ മാത്രമേ മറുപടി ലഭിക്കൂ എന്നുള്ളത് ഒരു തെറ്റായ ചിന്താഗതിയുടെ കേട്ടോ. കണ്ണീരൊഴുകി പ്രാർത്ഥിച്ചാൽ എല്ലാ മറുപടി ഉണ്ട്. പക്ഷെ എല്ലായ്പ്പോഴും നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കണമെന്നില്ല. ചിലരങ്ങനെ വിളിപ്പിക്കും, നിങ്ങളെപ്പോഴും കരയണമെന്ന് പറയും. എന്തിനാ എപ്പോഴും കരയുന്നത്? കർത്താവിനെ രസിച്ചുകൊള്ളാൻ കർത്താവ് പറയുകയാണ്. നീ യഹോവയിൽ ആശ്രയിക്കുക, ദേശത്ത് മാത്രം വിശ്വസിച്ച് ആചരിക്കുക, യഹോവയെ തന്നെ രസിക്കുക, യഹോവയെ തന്നെ രസിച്ചുകൊള്ളുക, അവൻ്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ. അപ്പം എപ്പോഴും കരയണ്ട, നീ വിശുദ്ധനായിരുന്നാൽ മതി. ഞാൻ ആദ്യം പറഞ്ഞു. കാരണം വിശുദ്ധനായിരിക്കണം. വിശുദ്ധി നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകരുത്. വിശുദ്ധി എവിടെ നഷ്ടപ്പെടുന്നു അശുദ്ധി പ്രവേശിക്കും. അശുദ്ധി പ്രവേശിച്ച ദൈവം നിന്നിൽ വെറുപ്പ് ഉളവാക്കും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതമൊക്കെ അങ്ങനെ. നമ്മുടെ ഉള്ളിൽ അശുദ്ധി വന്നാൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത പോലെ ദൈവം നമ്മെ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കുന്നവനാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാ, നീ ഒരു തലമുറയ്ക്ക് വേണ്ടിയാണ് കരയുന്നെങ്കിൽ ദൈവം നിനക്ക് തലമുറകളെ തരാൻ ആഗ്രഹിക്കുക. നീ ഒന്നിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഭാര്യ ഭർത്താവിനൊക്കെ പിന്നീടുണ്ടാകുന്ന കുട്ടികൾ 3 കുട്ടികൾ, 4 കുട്ടികൾ, 5 കുട്ടികൾ, 6 കുട്ടികളെ കണ്ടിട്ടില്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞു, ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞേ. നിന്റെ ആവശ്യങ്ങൾ അനുസരിച്ച് ദൈവത്തിന് ചെയ്യാൻ പറ്റും. നീ ആഗ്രഹിച്ച വിഷയം, നീ നിന്ദിക്കപ്പെട്ട, അപമാനിക്കപ്പെട്ട, നീ ജീവിതത്തിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അവൻ നിനക്ക് തരാൻ പോകുകയാണ്. രക്തജയം. നിന്റെ കുടുംബം ഒരു സൊസൈറ്റി പോലെ ആക്കി എടുക്കും ദൈവം. സൊസൈറ്റിയിൽ ഒരുപാട് ആളുകൾ, നിന്റെ കുടുംബത്തിനകത്ത് അനവധി തലമുറയെ ദൈവം തരും കേട്ടോ. അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് അനുഭവമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വചനം വായിക്കും കാണുന്നത് 1 ശമൂവേലിന്റെ പുസ്തകം, ഹല്ലേലൂയ, 1-ാം അധ്യായം 18-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അല്ലെങ്കിൽ അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് സ്ത്രീ തൻ്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. ഇവിടെ അതിൻ്റെ ചരിത്രം പരിശ്രമം ഹന്നയുടെ പ്രാർത്ഥനയാണ്. ഹന്നയ്ക്ക് ഒരു തലമുറ ഇല്ലാത്തതിന് മുഖാന്തരം, ഹല്ലേലൂയ, അവളുടെ പ്രതിയോഗിയായിരിക്കുന്ന പെനീന അവളെ വളരെ അസഹ്യപ്പെടുത്തി നിന്ദിക്കുകയാണ്, അപമാനിക്കുകയാണ്. ഹന്നയ്ക്ക് ഒരിക്കലും ഒരു സന്തോഷമില്ല, സ്വസ്ഥതയില്ല. പെനീനയ്ക്ക് മക്കളുണ്ട്, ഹന്നയ്ക്ക് മക്കളില്ലാത്തതുകൊണ്ട് വളരെ സങ്കടത്തോടെ ഈ ഹന്നയെ ദൈവസനി കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ആ കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ മറുപടിക്ക് ദൈവം ഹന്നയ്ക്ക് മറുപടി കൊടുത്തു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പം ഇവിടെ വചനം വായിക്കും കാണുന്നുണ്ട്. അവളൊരു തീരുമാനം എടുത്ത് ഹന്ന. ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകം, ഹല്ലേലൂയ, ഹല്ലേലൂയ, 9 തൊട്ട് വാക്യം വായിക്കുമ്പോൾ ഹന്നയുടെ നേർച്ച, ശമൂവേലിന്റെ ജനനം, അവർ ശീലോവിൽ വെച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം ഹന്ന എഴുന്നേറ്റ് പോയി പുരോഹിതനായ ഏലി യഹോവയുടെ മന്ദിരത്തിൻ്റെ വാതിൽക്കൽ ആസനത്തിൽ ഇരിക്കുകയായിരുന്നു. അവൾ മനോവസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് കരഞ്ഞു. അവളൊരു നേർച്ച നേർന്നു. ഹല്ലേലൂയ. സൈന്യങ്ങൾ യഹോവയെ അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. അവൻ്റെ തലയിൽ ശവരക്കത്ത് തൊടുകയുമില്ല എന്ന് പറഞ്ഞു. അവളുടെ ഹൃദയത്തിലെ ആഗ്രഹം, അവൾ കരഞ്ഞ് പ്രാർത്ഥിക്കുക ഒരു കുഞ്ഞിന് വേണ്ടി. അവൾ തീരുമാനമെടുത്തു, അവൻ്റെ ജീവിതകാലം മുഴുവൻ അങ്ങേക്ക് വേണ്ടി ഞാൻ എൻ്റെ കുഞ്ഞിനെ തരും, അവൻ്റെ തലയിൽ ശവരക്കത്ത് തൊടുകയില്ല. ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ
ഏലി അവൾ വായി സൂക്ഷിച്ചു നോക്കി. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദമൊന്നും കേൾപ്പാനില്ലായിരുന്നു. അത് കേട്ടപ്പോൾ ഏലി പറയും, നീ ലഹരി പിടിച്ചിരിക്കുന്നു എന്നാണ്. അത് ഏലി പറയാ, അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നത് ഏലിക്ക് തോന്നിപ്പോയി. ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും, നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനേ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. അവളുടെ യഹോവയുടെ സന്നിധി ഹൃദയം പകരുകയാണ്. അവൾക്ക് ലോകത്തെക്കുറിച്ച് ചിന്തിക്കാനില്ല. പെരീനെ കുറിച്ച് കുറ്റം പറഞ്ഞെങ്കിൽ നടക്കാൻ സമയമില്ല. പെരിയുടെ കുറവുകളെല്ലാം അടുത്ത വീടുകളിൽ പോയി, അടുത്ത സ്ഥലത്ത് പോയി ബന്ധുക്കളോട് പറഞ്ഞു നടക്കാനോ അവൾക്ക് സമയമില്ല. അവൾ ഹൃദയത്തിൽ അനുഭവിക്കുന്ന വേദനയ്ക്ക്, അവളുടെ സങ്കടങ്ങൾ മുഴുവൻ അവളെ യഹോവയായി ദൈവത്തോട് പങ്കുവെക്കുക, മനോവ്യസനത്തോടെ കരയുകയാണ്. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. അത് അങ്ങനെ വായിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്നത്, അല്ലേ സോദരം ഹല്ലേലൂയ. അതിൻ്റെ വായിച്ചു കഴിയുമ്പോൾ 1:16 വായിക്കുമ്പോൾ, അടിയെ ഒരു നീചസ്ത്രീയായി വിചാരിക്കരുതേ, അടിയിൽ സങ്കടത്തിൻ്റെയും വ്യസനത്തിൻ്റെയും ആധിക്യം കൊണ്ടാകുന്നു സംസാരിച്ചത്. അതിന് ഏലി സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്നുത്തരം പറഞ്ഞു. അത് തന്നെ ഇന്നും പരിശുദ്ധാത്മാവ് പറയുന്നത്. നീ ഇസ്രായേലിൻ്റെ ദൈവത്തോട്, പുതിയ നിയമസഭയുടെ നിന്റെ വീണ്ടെടുപ്പുകാരനായിരിക്കും, രക്ഷകനായിരിക്കുന്ന സ്വർഗമഹിമക്കളെ വെട്ടിഞ്ഞി താണ ഭൂമിയിലേക്ക് വന്നല്ലേ ഹല്ലേലൂയ. നിന്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോപണം ചെയ്ത് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് മധ്യസ്ഥം ചെയ്യുന്നവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിവർത്തിക്കുവാൻ അവൻ വിശ്വസ്തനാ. ഹന്നയുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം സാധിച്ചതുപോലെ നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പാനാകും. അങ്ങനെ ഹന്ന എഴുന്നേറ്റ് വീട്ടിൽ പോയെന്നാണ്. പ്രൈസ്. അതെ, അവൾ പിന്നെ അവളുടെ മുഖം പാടിയതില്ല. എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിത, എപ്പോഴും നീ കരഞ്ഞു പ്രാർത്ഥിക്കണ്ട. നിന്റെ ഹൃദയം നീ ദൈവത്തിൻ്റെ പകർന്ന് നീ ദൈവത്തോട് ചേർന്ന് പറ്റിയിരിക്കുന്നെങ്കിൽ അവൻ നിന്നോട് ചേർന്നിരിക്കാൻ വിശ്വസ്തനാ. ഹന്ന പിന്നീട് എന്ത് ചെയ്തു? അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ, യഹോവയെക്കുറിച്ച് അവൻ്റെ സങ്കേതം, എൻ്റെ കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന ദൈവമെന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഹന്ന ആ കാലഘട്ടത്തിൽ ദൈവത്തെ സ്തുതിച്ച് കാണും. ഹല്ലേലൂയ. രക്തം ചെയ്ത പകലിനെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ ലോകരാജ്യത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന് നീ കണ്ണതിലൂടെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി തരാം. ദൈവം വിശ്വസ്തനാ. നിന്റെ തകർച്ചയെ മാറ്റുവാൻ, നിന്റെ അമേലയെ വീഴ്ചയിൽ ദൈവം നിന്നെ ഉയർത്തുവാൻ, നിന്റെ കഷ്ടത നിന്നെ മാനിക്കുവാൻ, നിന്റെ സങ്കടങ്ങൾ മാറ്റുവാൻ, നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. വിശ്വസിക്കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ഇന്ന് പകൽ ദൈവത്തിന് വചനം കേൾക്കുന്ന ചിലരോട് പറയട്ടെ, ദൈവം നിനക്കൊരു വിടുതൽ നൽകാൻ പോവുകയാണ്. നീ ഏത് വിഷയത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥിച്ച വിഷയത്തിൽ ദൈവം വിടുതലയ്ക്കാൻ പോവുകയാണ്. ഈശോ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എൻ്റെ എനിക്ക് വളരെ വാവിട്ട് കരഞ്ഞു. ഹല്ലേലൂയ. ഒടുവിൽ എനിക്ക് സങ്കടം വന്നു. ഹല്ലേലൂയ. ഞാൻ അവർ ഒരുപാട് ആശ്വസിച്ച്, സാരമില്ല, ഞാൻ പ്രാർത്ഥിക്കാം, ഹല്ലേലൂയ, നിങ്ങൾ സമാധാനമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ ഒരുപാട് ആശ്വസിച്ചു കേട്ടോ. കാരണം അവരുടെ ആ ഭാരം എന്താ, ഭാരം മക്കളെ കുറിച്ചാണ്. ഹല്ലേലൂയ. അവർക്ക് ആ മക്കളുണ്ട്. മക്കൾ നല്ല കടാമുട്ടന്മാരാ, ചങ്ക് വിരിച്ച് നടക്കുന്ന, ഞങ്ങളാണ് ഏറ്റവും വലിയ, ഞങ്ങൾ പറഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, ഞങ്ങൾക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്നൊക്കെ വിചാരിച്ചിറക്കുന്ന 3 മക്കളാണ്. ഹല്ലേലൂയ. എന്നാൽ ഈ മക്കൾ, അമ്മ വളരെ വിശ്വാസിയാണ്, വളരെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാണ്. അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈ അമ്മയുടെ നേരെ മക്കൾ കൈയെടുക്കുവാൻ തുടങ്ങി, ആക്രോശിക്കാൻ തുടങ്ങി, അസഭ്യ വാക്കുകൾ വിളിച്ചു പറയാൻ തുടങ്ങി. പാമ്പിന് 9 മാസം ഉദരത്തിൽ ചുമന്നു. എന്താ 9 മാസം 9 ദിവസം 9 വിനാഡി എന്നൊക്കെയുള്ള പറയുന്നത്. അങ്ങനെ പൂർണ്ണ ഗർഭിണിയായി ഈ വയറ്റിലകത്ത് ഈ കുഞ്ഞിനെ വാങ്ങിച്ച്, ആ കുഞ്ഞിനെ പ്രസവിച്ച് കുഞ്ഞിന് ജന്മം കൂടെ തന്നെ പാലുകൂട്ടി വളർത്തി, അതിനെ പിച്ചവെച്ച് നടക്കുവാൻ പഠിപ്പിച്ച് ജോലി വാങ്ങിച്ചു കൊടുത്ത് മക്കൾക്ക് സ്വയം പര്യാപ്ത സ്വന്തം കാലിൽ നിൽക്കാനായി കഴിഞ്ഞപ്പോൾ നൊന്ത് പ്രസവിച്ച അമ്മയുടെ നേരെ കൈയെടുക്കാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, സ്വന്തം മാതാവിൻ്റെയും പിതാവിൻ്റെയും നേരെ കൈയെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ നീ അനുഭവിക്കാതിരിക്കത്തില്ല. എത്ര ഉന്നതനായിരുന്നാലും, നീ ഒരുപക്ഷെ ദൈവഭക്തനായിരുന്നാലും വിശ്വാസിയായിരുന്നാലും, അപ്പൻ്റെ അമ്മയുടെയും മുഖത്ത് നേരെ കൈ ഓങ്ങിയിട്ടുണ്ടെങ്കിൽ, അവരുടെ മേൽ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ, അവരെ അസഭ്യം പറഞ്ഞ് അവരെ ശാപിച്ചിട്ടുണ്ട്, അവരുടെ കണ്ണുനീര് വീണിട്ടുണ്ടെങ്കിൽ നീ അതിൻ്റെ തക്ക ശിക്ഷ അനുഭവിക്കും.
നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ദൈവത്തോട് ഏറ്റുപറഞ്ഞ കേട്ടോ. ഏറ്റുപറഞ്ഞ ഒരുപക്ഷെ ദൈവം എന്നോട് കരുണ കാണിക്കുമായിരിക്കും. അപ്പോൾ ഈ മാതാവ് തൻ്റെ മക്കളുടെ ഭാരപൂർത്ത് എന്നോട് വളരെ കരഞ്ഞു പ്രാർത്ഥിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞ സാരമില്ല, നമുക്കൊരു മറുപടി കണ്ടെത്താം, നമുക്കൊരു പരിഹാരം കണ്ടെത്താം, യേശു നിങ്ങൾക്കൊരു മറുപടി നൽകും. എനിക്ക് അവരെ നന്നായിട്ട് അറിയാം. നല്ലൊരു ഒരുപാട് ഞാൻ അവരെ ആശ്വസിപ്പിച്ചു കേട്ടോ. പ്രൈസ്. എൻ്റെ കൂടെ വേറെ 1-2 പേരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇവരെയൊക്കെ നിങ്ങൾ കണ്ടുപഠിക്കുക. ഇവരൊക്കെ നിങ്ങൾ കടന്നു പോകുന്ന അതേ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരാണ്. അവർക്ക് ദൈവത്തിൽ ആശ്രയിക്കുക. ഞാൻ എന്നിട്ട് പറഞ്ഞു, എന്നെ നിങ്ങൾ കണ്ടുപിടിക്കുക. ഞാൻ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ കണ്ടില്ലേ? ഞാൻ കടന്നു പോകുന്ന സാഹചര്യം വളരെ പ്രതികൂലം, നിങ്ങളെക്കാട്ടി കഷ്ടങ്ങളായിരിക്കട്ടെ. പക്ഷേ എൻ്റെ കഷ്ടങ്ങൾ, നോമ്പും വേദനകളൊക്കെ ഞാൻ ആരോടും പറയാതെ ഞാൻ യഹോവയിൽ ആശ്രയിച്ച് ദേശത്ത് പാർത്ത് നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായിരുന്നുകൊണ്ട് യഹോവയിൽ തന്നെ രസിച്ച് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ യേശുവിനോട് പറയുക. അവൻ എന്നെ പരിപാലിക്കുക, എന്നെ വിടിവിക്കുന്ന എനിക്കൊരു വിശ്വാസമുണ്ട്. ഞാൻ എന്നെയും കൂടെ ചേർത്ത് വെച്ചതോട് പറഞ്ഞു കേട്ടോ. അല്ലല്ല, അതേപറ്റി നമുക്ക് സ്വന്തം അനുഭവങ്ങളുണ്ട്. നമ്മൾ കാണുമ്പോൾ എല്ലാവരും ചിരിച്ച മുഖമാണ്, സന്തോഷിക്കുന്ന മുഖമാണ്, നമുക്ക് നോക്കിയാൽ ഒരു കുഴപ്പമില്ല, യാതൊരു കുറവുമില്ല ചിലരെ കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ അവരുടെ ഹൃദയത്തിനകത്ത് കത്തുന്ന വേദനയായിരിക്കും, നീറുന്ന അനുഭവങ്ങളായിരിക്കും. പല കുടുംബത്തിൻ്റെയും പല കുടുംബത്തിൽ നമുക്ക് പുറമേ നിന്ന് നോക്കിയാലൊന്നും അറിയില്ല. ആ കുടുംബത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആ കുടുംബത്തിനകത്തെ അലമുറയുടെ അനുഭവങ്ങൾ, അലമുറയിട്ട് കരയെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ചില അനുഭവങ്ങളുണ്ട് ചില കുടുംബത്തിനകത്ത്. എനിക്കങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഈ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഞാൻ ഓരോരുത്തരോടും പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ ചിലതിനൊക്കെ ദൈവം മറുപടി നൽകിയിട്ടുണ്ട്. മിക്കവാറും എൻ്റെ പ്രാർത്ഥനയും മറുപടിയെ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നുണ്ട്, നമ്മൾ വിശുദ്ധി നഷ്ടപ്പെടുത്തരുത്. പ്രൈസ്. നിന്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുന്നതിന്, കുടുംബത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുന്നതിന് കുടുംബത്തിനകത്ത് അശുദ്ധി പ്രവേശിക്കരുത്. കുടുംബത്തിനകത്ത് അശുദ്ധി എന്ന് പറഞ്ഞാൽ വഴിയിൽ കിടക്കുന്ന ചപ്പും ചവറുമെല്ലാം വലിച്ചു കൊണ്ടത് കണ്ടതും കേട്ടതും എല്ലാം നിന്റെ ഭവനത്തിൽ കൊണ്ടൊന്ന് വിളമ്പരുത്. കണ്ടതും കേട്ടതും കൊണ്ട് വിളമ്പരുത്. ചപ്പും ചവറും കൊണ്ടൊന്നും നിന്റെ കുടുംബത്തിൽ സൂക്ഷിക്കരുത്. അത് നിന്റെ മക്കൾക്ക് കൊടുക്കരുത്. അവരുമായിട്ട് നീ ഊണുമേശ പങ്കിടരുത്. നിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ, നിന്റെ കുടുംബം എന്ന് പറയുന്ന വിശുദ്ധിയായിരിക്കും. നിന്റെ ഭവനത്തിനകത്ത് തന്നെ വിശുദ്ധി. നിന്റെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടെങ്കിൽ നിന്റെ കുടുംബം വിശുദ്ധമായിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ചില കുടുംബത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ സാത്താനാണ് അവിടെ ഇരിക്കുന്നത് തോന്നിപ്പോകും. പിശാചി രക്തം ചെയ്യാൻ. അല്ലെങ്കിൽ എനിക്കങ്ങനെ ഒരുപാട് അല്ലെങ്കിൽ ചില ഭാഗങ്ങൾക്ക് ഇറങ്ങിപ്പോകാൻ വരെ തോന്നിയിട്ടുണ്ട്. കാരണം കുടുംബത്തിനകത്ത് സമാധാനമില്ലെങ്കിൽ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകത്തില്ല. കുടുംബത്തിനകത്ത് സമാധാനം ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുമ്പോഴാണ് യഹോവയിൽ രസിക്കുന്നത്. അങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ച് ഹന്നയുടെ വിഷയത്തിന് മറുപടി യഹോവയായി ദൈവം കൊടുത്തെങ്കിൽ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവ്, എന്നെ കേൾക്കുന്ന സഹോദര, നിന്റെ വിഷയത്തിന് ദൈവം മറുപടി തരാൻ പോവുകയാണ്. അതേപോലെ നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹമില്ലാത്തവരാരുമില്ല. എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. നിന്റെ ആഗ്രഹങ്ങൾ നീ മാത്രം അറിയുന്നു. ഒരുപക്ഷെ മറ്റാരോട് നീ പറഞ്ഞു കാണത്തില്ല. നീ അതിനുവേണ്ടി കണ്ണിലൂടെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ കർത്താവ് പറയുകയാണ്, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് തരും. പ്രൈസ്. ഞാൻ പറഞ്ഞതില്ല, യേശു കർത്താവ് യഹോവയെ ദൈവം ദാവീദെന്ന് പറയുന്ന മനുഷ്യരുടെ നമുക്ക് നൽകി തന്ന വചനമാണ്. ഹല്ലേലൂയ. ദാവീദെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരുപാട് ജീവിത അനുഭവങ്ങളുണ്ട്. ഒരുപാട് പ്രതികൂലങ്ങളെ താൻ തരണം ചെയ്തിട്ടുണ്ട്. ഒറ്റപ്പെട്ടിട്ടുണ്ട്, നിന്ദിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. മരണ താഴ്വരയിലൂടെ അവൻ ദാവീദ് കടന്നു പോയിട്ടുണ്ട്. ഊരികളുടെ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ വിവിധ പ്രതിസന്ധികളുടെ കടന്നു പോയപ്പോഴും അദ്ദേഹം പറയുക, യഹോവയിൽ തന്നെ ആശ്രയിച്ചുകൊള്ളുക. ഹല്ലേലൂയ. സ്തോത്രം. ആ വിദേശത്ത് പാർത്ത് വിശ്വസ്തരായിരിക്കുക, നന്മ ചെയ്യുക, യഹോവയെ രസിക്കുക. അതെ, ആ ഭക്തന്റെ ഹൃദയത്തിന്റെ വിശാലത. ഈ ഹന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവളെന്ത് ചെയ്തു? പ്രാർത്ഥിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ അവളുടെ മുഖം വാടിയതില്ല എന്നുള്ളതാണ്. അങ്ങനെ 1 ശമൂവേൽ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അനന്തരം അവർ അധികാരത്തെ എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം രാവിലെ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ എൽക്കാന തൻ്റെ ഭാര്യയെ ഹന്നയെ പരിഗ്രഹിച്ചു. യഹോവ അവളെ ഓർത്തു. അപ്പം ദൈവത്തിൻ്റെ ആലയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് കണ്ണുനീരോടെ ഹന്നയുടെ വിഷയങ്ങളൊക്കെ പറഞ്ഞ്, ഹല്ലേലൂയ, അവൾ മനോവ്യസനത്തിൽ പ്രാർത്ഥിച്ച് നേർച്ച നേർന്ന്, നീ എനിക്കൊരു പുരുഷ സന്താനത്തെ തരണം, അവനെ ഞാൻ നിനക്ക് വേണ്ടി അവൻ്റെ ജീവനം തരും, അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തുടത്തില്ല എന്നൊക്കെ പറഞ്ഞ് നേർച്ച നേർന്ന് ആമി സന്തോഷത്തോടെ അവരുടെ വീട്ടിൽ രാമയിലെത്തി. അന്ന് രാത്രിയിൽ എന്ന് അങ്ങ് ചിന്തിക്കാം. ഹല്ലേലൂയ. ആമി ഏൽക്കാൻ എൻ്റെ ഭാര്യയായ ഹന്നയെ പരിഗ്രഹിച്ചു. ഹല്ലേലൂയ. യഹോവ അവളെ ഓർത്തു. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ടത്, ആ ഭർത്താവ് ചെയ്തപ്പോൾ, ഭാര്യ ചെയ്യാനുള്ള ഭാര്യ ചെയ്തപ്പോൾ അതിൻ്റെ നടുവിലൊരു ദൈവം പ്രവർത്തിച്ചു. യഹോവ പ്രവർത്തിച്ചെന്ന്, യഹോവ നമ്മളെ ഓർത്തെന്ന്.
ഹല്ലേലൂയ. അങ്ങനെ എന്ത് ചെയ്തു? യഹോവ അവളെ ഓർത്തു. ഓരോ ആണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങിയെന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. പിന്നെ ഏൽക്കാന എന്ന പുരുഷന് അവന്റെ കുടുംബമൊക്കെയും പുരുഷനും അവന്റെ കുടുംബമൊക്കെയും യഹോവയ്ക്ക് വർഷാന്തരയാകും ദേഹസ്യം കഴിപ്പാൻ പോയി. എന്നാൽ ഹന്ന കൂടെ പോയില്ല. അവൾ ഭർത്താവിനോട്, ശിശുവിന്റെ മുലകൂടി മാറട്ടെ, പിന്നെ അവൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അവിടെ എന്നും പാർക്കേണ്ടതിന് ഞാൻ അവനെയും കൊണ്ട് പോരാമെന്ന് പറഞ്ഞു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഏൽക്കാനെയും കൂടെയുള്ള ഒരു കുടുംബക്കാരൊക്കെയും വർഷാന്തരയാൻ കഴിക്കാൻ പോയി. പക്ഷെ ഹന്ന കൂടെ പോയില്ല. എന്തുകൊണ്ടാണ് ഹന്ന പോകാഞ്ഞേ? അവളൊരു നേർച്ച നടന്നിട്ടുണ്ട്, രക്തജയം. കുഞ്ഞിൻ്റെ മുല കൂടി മാറിയ ശേഷം ഞാൻ എൻ്റെ കുഞ്ഞിനെ കണ്ട ആലയത്തിൽ കടന്നു വന്ന് അവനെ ഞാൻ എന്നേക്കുമായിട്ട് ആലയത്തിന് നിവേദിക്കുമെന്ന് അവളുടെ നേർച്ച അവൾ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഇത് ഓർത്ത് നോക്കിയ പ്രിയ സ്തോത്രം, ഹന്ന ഹല്ലേലൂയ എടുത്ത നേർച്ച അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ആ കർത്താവ് അറിഞ്ഞു. അവരുടെ അവൾ മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ച് യഹോവയെ അറിഞ്ഞു. ആ പ്രാർത്ഥന ദൈവം എന്ത് ചെയ്തു? ആമേൻ ശമൂവേൽ എന്ന് പറയുന്ന ഒരു പ്രവാചകനെ കൊടുത്തു. ആമേൻ ശമൂവേൽ വളർന്നു ദാൻ മുതൽ ബേർശേബയിൽ അറിയപ്പെടുന്ന പ്രവാചകനായി മാറി. ഹല്ലേലൂയ. വീണ്ടും ഈ ഹന്നയ്ക്ക് എന്ത് ചെയ്തു? ഒരു കുഞ്ഞിനെ ചോദിച്ചവൾക്ക് പിന്നെ ദൈവം എന്ത് ചെയ്തു? 5 കുഞ്ഞുങ്ങളെ കൂടെ കൊടുത്തു. അവൾ ഒറ്റ കുഞ്ഞിന് എനിക്കൊരു പുരുഷ സന്താനം തന്നാൽ മതി എന്നാണ് പറഞ്ഞത്. എന്നാൽ ആ കുഞ്ഞിനെ അവൾ യഹോവയ്ക്ക് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഹന്നയ്ക്കും ഏൽക്കാനയ്ക്കും കൂടെ പിന്നെ ദൈവം 5 മക്കളെ കൂടെ കൊടുത്തു എന്ന് പറഞ്ഞാൽ ആമിൻ്റെ 1 ശമൂവേൽ 2-ാം അധ്യായം ഹല്ലേലൂയ അതിൻ്റെ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം അതിൻ്റെ 2-ാം അധ്യായം ഹല്ലേലൂയ അതിൻ്റെ 20-ാമത്തെ വാക്യം വായിക്കും. ഇങ്ങനെ കാണുന്നുണ്ട് ഹല്ലേലൂയ. എന്നാൽ ഏലി ഏൽക്കാനെയും അവന്റെ ഭാര്യയെയും അനുഗ്രഹിച്ച് ഈ സ്ത്രീ യഹോവയ്ക്ക് കഴിച്ച നിവേദ്യത്തിന് പകരം യഹോവ അവളിൽ നിന്ന് നിനക്ക് സന്തതിയെ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞ് പിന്നെ അവർ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ ശമൂവേൽ പ്രായമായി കഴിഞ്ഞ് മുലകുടി പറഞ്ഞ് യഹോവയുടെ ആലയത്തിൽ കൊണ്ട് സമർപ്പിച്ച് തിരിച്ചു പോരാൻ നേരം ഏലി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ഇനിയും ദൈവം നിന്നോട് കടാക്ഷിച്ച് നിനക്ക് സന്തതിയെ തെരുമാറാകട്ടെ. അങ്ങനെ വന്ന് ആമേലൊരു അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും കൂടെ പ്രസവിച്ചു. അല്ല പിന്നെ 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും. ശമൂവേൽ കുട്ടി എത്ര പേരായി? 6 മക്കളായി. ഒറ്റ മോന് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് ദൈവം കൊടുത്തത്ര 6 മക്കളായി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന നമ്മുടെ സഹോദരൻ, നീ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ആ ഒറ്റ കുഞ്ഞാണ് അതിന് ലക്ഷ്യം. എന്ന ദൈവം ഒരു കുഞ്ഞിനെയല്ല, നിന്റെ കുടുംബത്തിൽ നിറച്ച് ദൈവം കുഞ്ഞുങ്ങളെ തരാൻ ആഗ്രഹിക്കുക. പ്രൈസോ, വിശ്വസിക്കാൻ കഴിയുമോ? അത് ഹന്ന മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളവരാണ്. പക്ഷെ നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കണം. നിങ്ങളുടെ സന്തോഷമൊക്കെയും കർത്താവ് കാണണം. നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കണം. പലരും നിന്നെ നിന്ദിക്കും. കാരണം ഈ മക്കളില്ലാത്തവരും ഒരുപാട് വിവാഹം ചെയ്ത് കുടുംബം ഡിവോഴ്സ് ആയിട്ടുണ്ട്. ഹല്ലേലൂയ. ഭാര്യ ഭർത്താക്കന്മാർ പിരിഞ്ഞു പോയിട്ടുണ്ട്. ഹല്ലേലൂയ. എനിക്കറിയാം, ഞങ്ങളോടൊപ്പം ഒന്നിച്ചായിരുന്ന ഒരു സഹോദരി. ഹല്ലേലൂയ. ആ സഹോദരി വിവാഹം കഴിച്ചു. എന്നിട്ട് ഒരു 5-8 വർഷം കഴിഞ്ഞിട്ട് അവർക്ക് തലമുറ ഉണ്ടായില്ല. തലമുറയുണ്ടായിക്കൊണ്ട് പിന്നെ ആ സഹോദരൻ്റെ ഫലത്തിലെ ആൾക്കാരുടെ പത്രത്തിന്റെ നിർബന്ധം മുഖാന്തരം എന്ത് ചെയ്തു? ആ സഹോദരി ഉപേക്ഷിച്ച് ഈ സഹോദരൻ അവരുടെ വിവാഹബന്ധം വേറെ. പിന്നെ ആ സഹോദരി 2ാമത് വിവാഹം കഴിച്ചു. 2ാമത് വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത്? അവർക്കൊരു സാധ്യതയുണ്ടായി. ഹല്ലേലൂയ. അപ്പോൾ ഈ ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയാതെ എല്ലാ കാര്യത്തിനും നിന്ന അപമാനങ്ങളും പരിഹാസങ്ങളും ദൂഷികളുമാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടത്തില്ല. ഹന്നയ്ക്ക് ഒരു പ്രതിയോഗിപ്പുണ്ട്. ഹന്നയുടെ പ്രതിയോഗി പെനീന പറയുന്ന നിന്ന വാക്കുകൾ, പരിഹാസ വാക്കുകൾ കേട്ട് ഹന്ന പ്രതികരിക്കാൻ നിൽക്കുന്നില്ല. അവൾക്കൊരൊറ്റ വിഷയം, എന്നെ നിന്ദിക്കുന്ന, എന്നെ അപമാനിക്കുന്ന, എന്നെ എതിർക്കുന്ന എൻ്റെ പ്രതിയോഗിയുടെ മുമ്പിൽ എനിക്കൊരു കുഞ്ഞിനെ വളർത്തണം. അത് അവൾ യേശുവിനോട് മാത്രമേ, യഹോവയോട് മാത്രമേ പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവ്, നീ തളർന്നു പോകരുത്. ഇവിടെ ഹന്ന ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടെ പുതിയ നിയമത്തോട് പറയുമ്പോൾ നീ ഭാരപ്പെടുന്ന ഏത് വിഷയത്തിനും മറുപടി നൽകാൻ ദൈവം വിശ്വസന. ഞാൻ ആദ്യം പറഞ്ഞ നിന്റെ ഭവനത്തിൻ്റെ ആ സകല അനുഭവങ്ങൾ അറിയുന്ന ദൈവമാണ്. എൻ്റെ കുടുംബത്തിലെ ഏറ്റവും കാര്യം അറിയുന്ന ദൈവമാണ്. നീ ഹൃദയത്തിൽ നിരൂപിക്കുന്നവൻ ദൂരത്ത് നിന്ന് അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് കർത്താവിൽ സന്തോഷിക്കുകയും ഇത് നിങ്ങളുടെ സന്തോഷത്തെയും കർത്താവിന്റെ വിശ്വാസത്തെയും കാണിക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെ സൃഷ്ടിച്ച ദൈവം,
അല്ലേരി ഒന്നുമില്ലായ്മയിൽ നിന്ന് ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച ദൈവം അല്ലേരിയ വെളിച്ചം ഉണ്ടാകട്ടെ എന്നൊരു വാക്കുകൊണ്ട് കൽപ്പിച്ച ഭൂമി മുഴുവൻ പ്രകാശിപ്പം വെളിച്ചമുണ്ടായി എന്ന ഉൽപ്പത്തി പുസ്തകം 1:3 കാണുന്നുണ്ട്. അല്ലേരിയ 6 ദിവസങ്ങളുടെ സകലവും സൃഷ്ടിച്ച് 6-ാം ദിവസം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ തൻ്റെ രൂപസാധന സൃഷ്ടിച്ച അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയ ജീവനുള്ള ദേഹിയായി തീർന്ന് ആദമിനെ ഔവ്വയെ അനുഗ്രഹിച്ച് അയച്ചൊരു ദൈവമുണ്ട്. ആ ദൈവം നിന്നോട് പറയുക, നീ ദൈവത്തിലേക്ക് മടങ്ങി വരുന്നെങ്കിൽ ആദാമിനെ ഔവ്വയും അനുഗ്രഹിച്ച ദൈവം അവർ പാപം ചെയ്തെങ്കിലും പുതിയ നിയമസഭയുടെ ബന്ധത്തിൽ പറയട്ടെ, നീ ദൈവത്തിന് വിശ്വസ്തയോടെ നിൽക്കുന്നെങ്കിൽ, യഹോവയെ തന്നെ രസിക്കുന്നെങ്കിൽ, അല്ലേലൂയ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം തരും. ഈ ആദവും പാപം ചെയ്തുപോലെ ഈ പിശാചിന്റെ വാക്കുകൾക്ക് അവരുടെ ചെവി കൊടുക്കാൻ പോകരുത്. നീ യഹോവയോട് പ്രാർത്ഥിച്ച് നിൽക്കുമ്പോഴായിരിക്കും ദൈവത്തോട് നീ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വേറെ ആരെയും ഇവിടെ ഒന്ന് പറയും, നീ അവിടെ ഒന്ന് പോയി നോക്കി, ആ ആളിനെ ഒന്ന് കണ്ടു നോക്കി, ആളിനെ പറഞ്ഞു നോക്കി, ഒരു പക്ഷേ സാധിക്കും. നിങ്ങൾ ചെയ്താലേ യഹോവയെ തന്നെ രസിച്ച് നിന്റെ ആഗ്രഹങ്ങളെ അന്നെ പറയുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുക വേറെ ചിന്ത. ഹവ്വയെ ചതിപ്പാൻ തോട്ടത്തിൽ സർപ്പം വന്നതുപോലെ നിന്റെ അരികിലേക്കും അതുപോലെ എന്ന് പറയുന്ന സാത്താൻ അവൻ നിനക്കെന്നൊരു പല രൂപഭാവത്തിൽ വന്നിട്ട് നിന്റെ ഹൃദയത്തെ അവൻ അപഹരിക്കരുത്. ഹവ്വയുടെ ഹൃദയത്തെ അപഹരിച്ചതുപോലെ നിന്റെ ഹൃദയത്തെ സാത്താൻ അപഹരിക്കരുത്. നീ പ്രാർത്ഥിക്കുന്നത് യഹോവയായ ദൈവത്തോടാണെങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിനോടാണെങ്കിൽ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അവൻ നിനക്ക് തരുമെന്നാണ്. പ്രൈസലോ. അതിനകത്ത് ഒട്ടും അവിശ്വസിക്കേണ്ട, നീ വിശ്വസിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ, സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ ശുശ്രൂഷകൾ മുഴുവൻ അത്ഭുതങ്ങളായിരുന്നു. അതെ, നിന്റെ ജീവിതത്തിൽ യേശു ചില അത്ഭുതങ്ങളെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അവിടെ നിങ്ങൾക്ക് ഒന്നുമില്ലായ്മ സകലത്തെ സൃഷ്ടിച്ച ദൈവം, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങളെ നൽകുവാൻ ആഗ്രഹിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങളെ ദൈവം തരാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അപ്പം നമ്മുടെ പ്രാർത്ഥനയ്ക്കൊരു മറുപടി ഉണ്ടെന്നുള്ളത് വിശുദ്ധ സത്യവേദപുസ്തകം വെളിപ്പെടുന്നത്. ഞാൻ ഈ വചനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മറ്റൊരു കാര്യം എൻ്റെ ചിന്തയിലേക്ക് വന്നു. 2 ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, 5-ാം അധ്യായം, ഹല്ലേലൂയ, അതിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ആസാവ്, ഹേമാൻ, യദൂഥൻ എന്നിവരും അവരുടെ പുത്രന്മാരും സഹോദരന്മാരുമായി സംഗീതകരായ ലേവ്യരെല്ലാവരും ചണവസ്ത്രം ധരിച്ച് കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും പിടിച്ച് യാഗപീഠത്തിന് കിഴക്ക് കാഹള ഊതിക്കൊണ്ടിരുന്ന 120 പുരോഹിതന്മാരോടുകൂടെ 120 പുരോഹിതന്മാർ ഒന്നിച്ചു നിന്ന് പ്രാർത്ഥിച്ച്, അല്ലിയ, എന്ത് ചെയ്ത കാഹള ഊതിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലിയ, വീണ്ടും 13-ാമത്തെ വാക്യം, കാഹളക്കാരും സംഗീതക്കാരും ഒത്തൊരുമിച്ച് കാഹളങ്ങളോടും അല്ലിയ കൈത്താളങ്ങളോടും കൂടെ വാദിത്രങ്ങളോടും കൂടെ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഏകസ്വരമായി കേൾക്കുമാറ് യഹോവയെ വാഴ്ത്തി സ്തുതിച്ചു. അവർ ഉച്ചത്തിൽ പാടി യഹോവയെ സ്തുതിച്ചപ്പോൾ എന്ത് ചെയ്തു? യഹോവയുടെ ആലയമായ മന്ദിരത്തിൽ ഒരു മേഘം നിറഞ്ഞു. യഹോവയുടെ തേജസ് ദൈവാലയത്തിൽ നിറഞ്ഞിരുന്നു കൊണ്ട് പുരോഹിതന്മാർക്ക് മേഘനിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ, ഹല്ലേലൂയ, അവർ കഴിഞ്ഞിരുന്നതാണ്. നിങ്ങളത് വായിക്കണം കേട്ടോ. അതിനകത്ത് പുതിയ നിയമത്തിലൊരു സത്യമുണ്ട്. അപ്പൊ 120 പുരോഹിതന്മാരോടൊപ്പം നിന്ന് അവർ സംഗീതത്തോടും വാദ്യത്തിനോടും ദൈവത്തെ സ്തുതിച്ചപ്പോൾ എന്ത് ചെയ്തു? അവർ കൂടിയിരുന്ന യഹോവയുടെ ആലയത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു. ദൈവത്തിന്റെ തേജസ് ഇറങ്ങി, ദൈവത്തിന്റെ ശക്തിനെ ഇറങ്ങി വന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഒരു മേഘം കൊണ്ട് ആലയം നിറഞ്ഞു. ആ യഹോവയുടെ തേജസ് ദേവാലയം നിറഞ്ഞത് പുരോഹിതന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ പോലും കഴിഞ്ഞില്ലെന്നുള്ളതാണ്. അല്ലേ? അപ്പം ഈ പുരോഹിതന്മാരെല്ലാം ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ യഹോവയോട് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? അവിടെ ഒരു അത്ഭുതം നടന്നു. അങ്ങനെയാണെങ്കിൽ ആ പ്രാർത്ഥനയിൽ ആലയത്തിൽ ദൈവ തേജസ് ഇറങ്ങിയെങ്കിൽ നീ ഹൃദയത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് നിലവിൽ നിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരും. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിൽ ദൈവമാണ് നിന്റെ ജീവിതമാകുന്ന കൂടാരത്തിൽ, നിന്റെ ശരീരമാകുന്ന ആലയത്തിലേക്ക് മേഘം നീളുന്നതുപോലെ നിന്റെ ഹൃദയമാകുന്ന, ശരീരമാകുന്ന, മന്ദിരമാകുന്ന കൂടാരത്തിനകത്ത് ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വന്നാൽ നിന്റെ സകല കഷ്ടങ്ങളും മാറും. പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ച് നമ്മൾ പുതിയ നിയമം വായിക്കുമ്പോൾ ഈ പഴയ നിയമത്തിൽ 120 പേര്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഇരുന്ന് പ്രാർത്ഥിച്ചെന്നുള്ളതാണ്.
120 പേര് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ തേജസ്. എന്നാൽ അല്ലെങ്കിൽ സ്തോത്രം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട് അപ്പോസ്തല പ്രവൃത്തി അല്ലെങ്കിൽ സ്തോത്രം 1-ാം അധ്യായം അതിലെ 15 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത് ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ, പഴയ നിയമത്തിൽ 120 പുരോഹിതന്മാരടക്കം ഒന്നിച്ച് കാഹളത്തോടും വാദിത്രങ്ങളും ദൈവത്തെ സ്തുതിച്ചപ്പോൾ വേഗം പോലെ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി ആലയത്തിൽ നിറഞ്ഞത് കൊണ്ട് പുരോഹിതന്മാർക്ക് ശുശ്രൂഷ ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ പോലെ ഇവിടെ എന്താണ് കഴിഞ്ഞത്? ആ കാലത്ത് ഏകദേശം 120 പേരുടെ ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് അല്ലെങ്കിൽ സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റെന്ന് പറഞ്ഞ് സഹോദരന്മാരായ പുരുഷന്മാരെ യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടി തീർന്ന യൂതയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻപറഞ്ഞ തിരുവെഴുത്ത് നിവർത്തി വരുവാൻ ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞ് യൂത പോയ ഒഴിവിലേക്ക് മത്യാസിനെ തെരഞ്ഞെടുത്ത് അങ്ങനെ 120 പേര് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അപ്പോസ്തലരുടെ കാര്യങ്ങൾ വായിക്കുന്നുള്ളൂ. അവർ ഒന്നിച്ചു കൂടി പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് ചെയ്തത്? പെന്തക്കോസ്ത് വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. അല്ലെങ്കിൽ ഒന്നിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന ആകാശത്ത് ഒരു മുഴക്കമുണ്ടായി. അവർ എഴുതിരുന്ന വീട് മുഴുവനും നിറച്ച് അഗ്നിജാലം പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരും മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങി. ദാവീദിന്റെ ഹൃദയത്തിലെ ആഗ്രഹം പഴയ നിയമത്തിൽ അല്ലെങ്കിൽ ദൈവാലയത്തിൽ 120 പുരോഹിതന്മാരോട് കൂടിയിരുന്ന് അവർ പ്രാർത്ഥിച്ച അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം. പുതിയ നിയമത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാരടങ്ങിയ 120 പേര് ഒന്നിച്ചിരുന്ന് അവർ പ്രാർത്ഥിച്ച അവരുടെ ഹൃദയത്തിലെ ആഗ്രഹമാക്കുന്ന പരിശുദ്ധാത്മാവിനെ ദൈവം കൊടുത്തു. അത് ഇന്ന് പകരം ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനും അന്യഭാഷയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? കൃപയ്ക്ക് വേണ്ടിയിട്ടാണോ? കൃപാവരങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? ആത്മാവിൻ്റെ ഫലങ്ങൾക്ക് വേണ്ടിയിട്ടാണോ നീ പ്രാർത്ഥിക്കുന്നത്? അത് ദൈവം നിന്നെ മാനിക്കുവാൻ ആഗ്രഹിക്കുന്ന 120 ഒന്നിച്ച് കൂടി പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ തേജസ് ആലയത്തിൽ ഇറങ്ങി വന്ന് പുരോഹിതന്മാർക്ക് ശുശ്രൂഷിപ്പാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ 120 ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവർ പ്രവചിക്കാൻ തുടങ്ങി, ദൂത് പറയാൻ തുടങ്ങി, ആത്മാവ് നിറയപ്പെട്ട് ശുശ്രൂഷ ചെയ്യാൻ അവരിൽ കൂടെ ജനം വിടുവിക്കപ്പെടാൻ തുടങ്ങി. അതെ, ഇന്ന് പകലിനെ കേൾക്കുന്ന സഹോദര സഹോദരി, ആത്മീയ ശുശ്രൂഷയിൽ വിജയത്തിന് വേണ്ടിയിട്ട്, ആത്മീയ ശുശ്രൂഷയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണോ നീ പ്രാർത്ഥിക്കുന്നത്? അഭിഷേകം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണോ? കൃപാവരങ്ങളെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണോ? കർത്താവിൻ്റെ ശക്തമായി ശോഭിക്കാൻ വേണ്ടിയിട്ടാണോ നീ ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക? അതിനും ദൈവം മറുപടി തരാൻ പോവുകയാണ്. ആത്മീയമായി ഭൗതികമായി എല്ലാം ദൈവം തന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക. അപ്പം നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അപ്പം പുതിയ നിയമത്തിലെ മറിയെ നിങ്ങൾ നോക്കണം. പുതിയ നിയമത്തിലെ മറിയെ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പുതിയ നിയമത്തിലെ മറിയ എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ അമ്മയാകട്ടോ, യേശുവിൻ്റെ അമ്മ മറിയ, അല്ലേ? അവരെക്കുറിച്ച് പറയുമ്പോൾ വേദപുസ്തകം എന്താണ് പറയുന്നത്? ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 46-47 വാക്യം വായിക്കുകയും കാണുന്നത്, അപ്പോൾ മറിയ പറഞ്ഞു, എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവിൻ്റെ രക്ഷിതാവായി ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അതെ, പിതാവായി ദൈവം തൻ്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കുന്നു. അതോ പിതാവായ ദൈവം വചനമായ ദൈവം ഭൂമിയിലേക്ക് വരുന്നു. അങ്ങനെ യേശു ക്രിസ്തു ജനിക്കാൻ വേണ്ടി സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ, മറിയെ, കന്യകയെ ദൈവം തിരഞ്ഞെടുക്കുന്നു. ദൈവം തിരഞ്ഞെടുത്ത് പരിശുദ്ധാത്മാവിൽ മറിയുടെ ഉദരത്തിൽ യേശുവിൻ ജന്മം കൊള്ളുന്നു. മത്തായി സുവിശേഷം 1-ാം അധ്യായം വായിച്ചത് കാണാൻ കഴിയും കേട്ടോ. ലൂക്കോസ് സുവിശേഷം 2 വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. പരിധി വ്യാഖ്യാനിക്ക് തെറ്റായി പറയാം, പക്ഷേ യാഥാർത്ഥ്യങ്ങൾ കേട്ടോ. അങ്ങനെ ഹല്ലേലൂയ, മറിയയുടെ ഉള്ളത്തിൽ യേശു ഉരുവായപ്പോൾ സ്തോത്രം, അവൾ പറയുക, എൻ്റെ ആത്മാവിൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു എന്ന്. അപ്പോൾ അവളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം കണ്ടോ? അവരുടെ ഹൃദയത്തിന് ആഗ്രഹം എന്തോ? യേശുവിൻ്റെ അമ്മ എന്ന് പറയുന്നത്, യേശുവിൻ്റെ അമ്മയെ മറിയുക, എൻ്റെ ആത്മാവ്, അവളുടെ ഹൃദയത്തിൽ കിടക്കുന്ന യേശു അവളുടെ രക്ഷിതാവ്, അവന് ഞാൻ ഉല്ലസിക്കുന്നതെന്ന്. അപ്പം മറിയുടെ ഹൃദയത്തിലെ ആഗ്രഹം ഉണ്ടോ? അങ്ങനത്തെ ആഗ്രഹമാണ് നിങ്ങൾക്ക് വേണ്ടിയത് കേട്ടോ, അല്ലേ? അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നൽകി. അതാ 47-ാം വാക്യത്തിൽ പറയും, എൻ്റെ രക്ഷിതാവ് എന്ന് കർത്താവിനെ വിളിക്കുന്നു. കർത്താവ് അവളുടെ രക്ഷിതാവാണെങ്കിൽ മറ്റെല്ലാവരെയും പോലെ മറിയയ്ക്കും ഒരു രക്ഷിതാവിനെ ആവശ്യമായിരുന്നു. അല്ലേ? കർത്താവ് അവളുടെ രക്ഷിതാവാണെന്ന് അവൾ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലുള്ള സകല എണ്ണത്തിനും രക്ഷിതാവ് ആവശ്യമാണ്. യേശുവിൻ്റെ അമ്മയായിരിക്കുന്ന മറിയയ്ക്ക് ഒരു രക്ഷിതാവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ, അവളുടെ ഉദരത്തിലുള്ള രക്ഷിതാവിനെ കുറിച്ച് അവൾ അറിഞ്ഞപ്പോൾ, അവളുടെ ഉദരത്തിൽ യേശു ജന്മം കൊണ്ടപ്പോൾ അവൾ പറയും, എൻ്റെ രക്ഷിതാവിൽ ഞാൻ സന്തോഷിക്കുന്നു പറഞ്ഞു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവി, ഈ ലോകം മുഴുവനുള്ള ജനത്തിന് ഒരു രക്ഷിതാവ് ആവശ്യമാണ്.
അല്ലേ? ആ രക്ഷിതാവ് ജീവനുള്ള രക്ഷിതാവ്. മരിച്ചു പോയവരല്ല ഇവിടെ രക്ഷിതാവ്, ജീവനുള്ളവൻ. ജീവനുള്ള യേശു മറിയുടെ രക്ഷിതാവായി അവൾ സന്തോഷിച്ചതുപോലെ നിന്റെ ഹൃദയത്തിനകത്തൊരു രക്ഷിതാവ് ആവശ്യമാണ്. നിന്റെ ജീവിതത്തിന് ഒരു രക്ഷിതാവ് ആവശ്യമാണ്. അതുകൊണ്ടാണ് ദാവീദ് യഹോവയെ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിൽ ഹൃദയത്തിന് ആഗ്രഹം നൽകും എന്ന് പറഞ്ഞാൽ, നിനക്ക് നിന്റെ ഹൃദയത്തിനകത്ത് രക്ഷിതാവ് ഉണ്ടെങ്കിൽ, അതിന് പുതിയ നിയമസം വരും, മറിയയുടെ ഉദരത്തിൽ രക്ഷിതാവിനെ അവൾ ജന്മം കൊടുത്തതുപോലെ നിന്റെ ഉദരത്തിൽ യേശു, നിന്റെ ജീവിതത്തിൽ യേശു ഉണ്ടെങ്കിൽ, ഒരു രക്ഷിതാവ് ഉണ്ടെങ്കിൽ, നീ തകരയില്ല, നീ ഒരു സ്ഥലത്തും തകർന്നു പോകത്തില്ല. അതുകൊണ്ട് അവള് കർത്താവുള്ള രക്ഷിതാവ് വായിക്കാൻ മറ്റെല്ലാവരെയും പോലെ മറിയയ്ക്ക് രക്ഷിതാവിന് ആവശ്യമായത് കർത്താവിൻ്റെ നാമം പരിശുദ്ധം തന്നെയെന്ന് 49 വാക്യം ലൂക്കോസ് സുവിശേഷം 1:49 വായിക്കുന്ന, ഈ ശക്തനായവൻ എനിക്ക് വലിയ ചെയ്തിരിക്കുന്ന അവൻ്റെ നാമം പരിശുദ്ധം തന്നെ. ഹല്ലേലൂയ. മറിയോ, ശക്തനായവൻ എനിക്ക് വലിയ ചെയ്തു, അവൻ്റെ നാമം പരിശുദ്ധ. അതെ, പരിശുദ്ധ നാമമുള്ള യേശു ക്രിസ്തുവിൻ്റെ രക്ഷിതാവായി നിന്റെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിനുണ്ട്, നിന്റെ ശരീരമാകുന്ന കൂടാരത്തിലുണ്ടെങ്കിൽ, 120 പുരോഹിതന്മാർ ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വേഗം പോലെ ദൈവത്തിന്റെ തേജസാന്നിധ്യത്തിൽ ഇറങ്ങി വന്ന പോലെ അപ്പോസ്തലന്മാർ അടക്കം 100 പേർ ഒന്നിച്ച് പാർത്ത മാളിക മുറിയിൽ പരിശുദ്ധന്മാരെ അയച്ചതുപോലെ, മറിയുടെ ഉദരത്തിൽ യേശു ജനിച്ചപ്പോൾ അവൾ രക്ഷിതാവിൽ സന്തോഷിച്ചതുപോലെ, അവൻ്റെ നാമം പരിശുദ്ധ എന്ന് പറഞ്ഞ പോലെ എന്നെ കേൾക്കുന്ന മാതാപിതാ, നീ യേശുവിന് വിട്ടുകൊടുക്ക. നീ കർത്താവിൻ്റെ വിട്ടുകൊടുത്താൽ നിന്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നൽകുന്നവനാ, നിന്റെ ആഗ്രഹങ്ങളെ അറിയുന്നവൻ ദൈവമാ. നിന്റെ മുഴുവൻ ആഗ്രഹങ്ങളും നിന്റെ സഹോദരങ്ങളോ ബന്ധുക്കളോ ബന്ധുത്രാദികളോ ഭർത്താവോ നിന്റെ ഭാര്യയോ ആമിയോ എല്ലാവരും അറിയണമെന്നില്ല. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നീ എല്ലാവരും പറയണമെന്നില്ല. പക്ഷേ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ മുഴുവൻ അറിയുന്ന കർത്താവ് നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ കേൾക്കുന്നവരെ, മറിയയ്ക്ക് ഒരു രക്ഷിതാവ് ആവശ്യമായി വന്നെങ്കിൽ ഈ ലോകത്തിലുള്ള സകല ജനത്തിനും രക്ഷിതാവ് ആവശ്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ആ വചനം അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ആത്മാവും പ്രാണനും ശരീരവുമെല്ലാം ദൈവിക സന്തോഷത്താൽ നിറഞ്ഞ് കർത്താവിനെ സ്തുതിച്ച് പാടി ആരാധിക്കണം. ആ ആത്മാവും ശരീരവും പ്രാണനും എന്ത് ചെയ്യണം? കർത്താവിൽ സന്തോഷിക്കണം. കർത്താവിൽ സന്തോഷിച്ച് ആനന്ദിച്ച് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ഹല്ലേലൂയ, ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. അങ്ങനെ മറിയയുടെ ഉദരത്തിൽ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനാൽ യേശു ജന്മം കൊണ്ടപ്പോൾ, രൂപം കൊണ്ടപ്പോൾ എന്ത് ചെയ്തു? അവളെ ചാർച്ചക്കാരിയായിരിക്കുന്ന എലിസബത്തിന്റെ വീട്ടിലെത്തി. ഹല്ലേലൂയ. ആത്മാവും പ്രാണനും ശരീരവുമെല്ലാം ദൈവസന്തോഷം നിറഞ്ഞിക്കവൻ സ്തുതിച്ച് പാടി ആനന്ദ എലിസബത്തിന്റെ ഗർഭത്തിലുള്ള പിള്ള തുള്ളി എന്നാണ്. ഹല്ലേലൂയ. കണ്ടോ, മറിയുടെ വന്ദനം കേട്ടപ്പോൾ ഹല്ലേലൂയ, എലിസബത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന പിള്ളത്തുള്ളി എന്ന്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയതകളെ, നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുമ്പോൾ, രക്ഷയുടെ ഗാംഭീര്യത്താൽ നിങ്ങൾ ആ ശബ്ദത്തോടുകൂടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ മുഴുവൻ ദൈവം തരും. മറിയുടെ ഉള്ളിൽ രക്ഷിതാവ്, എലിസബത്തിന്റെ ഹൃദയത്തിൽ യേശുവിൻ വഴിയിരുപ്പാണ് യോഹന്നാൻ. 120 പുരോഹിതന്മാർ ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആലയത്തിൽ ശക്കനെ ഇറങ്ങി. 120 ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പെന്തക്കോസ്തിൽ പരിശുദ്ധാത്മാവിനെ ദൈവം നൽകി. മറിയ ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ അവൾക്ക് ദൈവം ഒരു മകന് പകരം 6 മക്കളെ കൊടുത്തു. ദാവീദിന്റെ പ്രാർത്ഥനയിൽ അവന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നൽകി. അത് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം തരാൻ ആഗ്രഹം. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം സ്വർഗ്ഗ പിതാവ് അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തായി ഈ വചനം കേട്ടുകൊണ്ട് നല്ല പ്രിയപ്പെട്ട് ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്. യേശുവിന്റെ ബാല്യ കൗമാരിക ഓരോരുത്തർ വാദിരാനുഭവത്തിൽ യാചകർ, ഓർഫനേജ് ഓർഡർ തടവറ അടിക്കുന്ന കർത്താവ്, ലോകരാജ്യ രാഷ്ട്രത്തിലന്മാർ, എല്ലാ ജാതി മത വർഗ്ഗ വർണ്ണ വ്യത്യാസത്തിലോട്ട് കൊട്ടാതുവരെ പാർക്കുന്ന സകല ജനത്തെയും കർത്താവ് ഇന്ന് പോയാൽ സാമ്പത്തികമായി ജനിക്കാനും കഷ്ടസംഖ്യ വേദന നിന്നയ്ക്കപ്പെടാം വായിക്കും സാമ്യ രോഗത്താൽ കഠിനമായി ബാധ്യ ജ്വരങ്ങളാൽ മരണ രോഗത്താൽ കടന്നു പോകുന്നവർ, കർത്താവ് വിദേശ രാജ്യത്ത് കഷ്ടം സഹിക്കുന്ന അനേകവധി ആളുകൾ, ജീവിതത്തിൽ നിരാശയുടെ ദുഃഖത്തെ നടുവിൽ കടന്നു പോകുന്ന എല്ലാവരുടെ ജീവിതത്തിൽ കർത്താവിന്റെ അത്ഭുതങ്ങൾ ചെയ്യണമേ. നിരാശകൾ മാറട്ടെ, ബന്ധനങ്ങൾ ഏട്ട് കടക്കണി മാറിപ്പോകട്ടെ, ദുഃഖത്തിന്റെ കരുതൽ മാറി കർത്താവ് ഓരോ കുടുംബത്തിനകം സമാധാനം ഉണ്ടാകണമേ. ഹോവിക തന്നെ ആശ്രയിക്കുക, ദേശത്ത് പാർത്ത് വിശ്വസ്ത ആചരിക്കുക, ദേശത്ത് പാർത്ത് നന്മച്ച് ഹോവിയത്തിന്റെ ഹൃദയത്തെ ആഗ്രഹങ്ങൾ നൽകുമെന്ന് തിരുവെഴുത്ത് വായിക്കുന്ന പോലെ ഇന്ന് പോലെ ഈ വചനം കേട്ടുകൂടി സാഗ്വര ജനത്തിന്റെ ഹൃദയങ്ങളെ ആഗ്രഹിച്ചു കൊടുക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം എല്ലാ കുടുംബങ്ങളും എല്ലാ വ്യക്തികളും ഇറങ്ങി വരട്ടെ. മരണം മാറിപ്പോകട്ടെ, ശാരീരിക വേദന കഴിഞ്ഞു പോകട്ടെ, കുടുംബത്തെ തകർക്കുന്ന പൈശാചിക ശക്തികൾ, ദുർഭൂത മന്ത്രവാദ ദേശപോരുകളെല്ലാം മാറി കുടുംബങ്ങൾ വ്യക്തികൾ വിടുവിക്കപ്പെടുന്നതായി യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവദാസന്മാരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന്റെ കൂത്തുകൾ അകപ്പെട്ട നഷ്ട
നഷ്ടപ്പെട്ടു പോകാതെ കർത്താവിൽ സന്തോഷിക്കാൻ തലമുറ ഒരുക്കണമേ. എല്ലാവരെയും ഒരുക്കണേ പ്രാർത്ഥിക്കുന്നു. സകലമുഖത്ത് ഒരുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.